എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും ഓണ ആശംസകൾ കേട്ടോ. അപ്പൊ എന്താണെന്നറിയോ, നമ്മുടെ ഓണസദ്യയെ കുറച്ച് കാര്യങ്ങൾ ഞാൻ ഞാൻ ഉണ്ടാക്കുന്ന രീതിയിൽ നിങ്ങളെ ഒന്ന് കാണിക്കാനാട്ടോ. ഞാനൊരു കോട്ടയംകാരിയാണ് കേട്ടോ. പറയണത് എന്താണെന്നറിയോ, ഓരോ രീതിയിലാണ് ഓരോ സാധനങ്ങളും ഉണ്ടാക്കുന്നത്, അതുകൊണ്ടാണ് പറയണത് കേട്ടോ. വേറൊന്നുമല്ല, എനിക്ക് ഏറ്റവും ഓണസദ്യയിൽ ഇഷ്ടം എന്താണെന്നറിയാം, അവിയല്, പരിപ്പ്, പിന്നെ എന്താണ് പച്ചടി. അത് മാങ്ങാപ്പച്ചടി ആണെങ്കിൽ ഭയങ്കര ഇഷ്ടാട്ടോ. അപ്പൊ അതിനു വേണ്ടി ഞാൻ ഇന്ന് തയ്യാറാക്കുന്നത് മാങ്ങ പച്ചടിയാട്ടോ. അപ്പൊ എന്താണ്, ഞാൻ ഈ മാമ്പഴം ഉണ്ടല്ലോ, മാമ്പഴ കാലത്ത് ഞാൻ കുറേ മാങ്ങാപ്പഴം ഇങ്ങനെ വരട്ടി വെച്ചിരുന്നു. അന്ന് ഞാൻ അത് വീഡിയോ എടുത്ത് ഞാൻ വിട്ടിരുന്നു. അപ്പം ഞാൻ പറഞ്ഞിരുന്നു എന്താണെന്നറിയോ, ഓണത്തിന് എനിക്ക് മാമ്പഴ പച്ചടി ഉണ്ടാക്കാനാണ് കേട്ടോ. അത് ഞാൻ നമ്മുടെ ഫ്രീസറിൽ സൂക്ഷിച്ചതാണ്. ഇത് കണ്ടോ, കൈ പൊക്കാനിത്തിരി ഇത് മാമ്പഴം വരട്ടിയത് കേട്ടോ. അപ്പൊ അതുകൊണ്ട് നമുക്കൊരു മാമ്പഴപ്പച്ചടി തയ്യാറാക്കിയാലോ. അതിന് വേണ്ട സാധനങ്ങൾ നമ്മുടെ വരട്ടി വെച്ചിരുന്ന മാമ്പഴം, അത് ഞാൻ എല്ലാം ചേർത്ത് നെയ്ക്കകത്ത് വരട്ടതാട്ടോ. അമ്മിയിലൊക്കെ വെച്ച് അരയ്ക്കാറുണ്ട്, പക്ഷെ ഇപ്പം കൈ വയ്യാത്തതുകൊണ്ട് അങ്ങനെ ഞാൻ ചെയ്യണില്ല കേട്ടോ. നമ്മുടെ മാമ്പഴം ഒക്കെ അന്ന് വരട്ടി വെച്ചിരുന്നുണ്ട്, അതുകൊണ്ട് എളുപ്പമുണ്ട്. അന്ന് ഞാൻ പറഞ്ഞിരുന്നു എളുപ്പമാണെന്നൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ. അപ്പൊ നമുക്ക് അതിനായിട്ട് നമ്മുടെ തേങ്ങ ഒന്ന് ചതച്ചെടുക്കാം. ഒരു മുറി തേങ്ങയോ എന്തേലും വേണേലും നമുക്ക് തേങ്ങ ഇതിന് എടുക്കാം കേട്ടോ. പിന്നെ മുളക് പൊടി കുറെ ഞാൻ എടുക്കുവേ, നിങ്ങളെ ഒന്ന് കാണിക്കാൻ മാത്രം കേട്ടോ. കൈക്ക് ബുദ്ധിമുട്ടായതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് ഇടാൻ പറ്റിയില്ല. അപ്പം വേണ്ട സാധനങ്ങൾ ഞാൻ പറഞ്ഞ പിന്നെ അറിയാവുന്നതാണ് ഇതെല്ലാവർക്കും, എന്നാലും പ്രശ്നമില്ല. പിന്നെ ഒരു ലേശം നമ്മുടെ ഒരു സമാധാനത്തിന് കുറച്ച് മുളക് പൊടി കേട്ടോ. ഒത്തിരി ഒന്നും വേണ്ട, പച്ചടിയാണല്ലോ. അപ്പൊ ഒത്തിരി ഒന്നും വേണ്ട. ഞാൻ മുളക് ഇട്ടാണ് അന്ന് അത് വരട്ടി വെച്ചിരുന്നു. ഇത്തിരി മുളക്, മധുരക്കറിയല്ലേ, അത് ബാലൻസ് ചെയ്യാൻ മാത്രം ഒരു. പിന്നെ എന്താണെന്നറിയോ, നമ്മുടെ മഞ്ഞപ്പൊടി നമ്മുടെ ഇഷ്ടം പോലെ തട്ടി കൊടുക്കാം, നല്ലതല്ലേ എന്തേലും ഇട്ടാലും. പിന്നെ ജീരകം, തേങ്ങ ഞാൻ ഇത്തിരി കൂടി ഇടുവേ. തേങ്ങ എന്തേലും ഇട്ടാലും അത് നല്ലതാണ്. പിന്നെ ഈ കടുകുണ്ടല്ലോ, ഈ നമ്മുടെ തേങ്ങ ഒന്ന് ഒതുക്കി കഴിയുമ്പോൾ കടുക് അങ്ങോട്ട് ഇട്ട ചൊറ്റക്കരത്ത് അത് അരിഞ്ഞു പോകരുത്. കടുക് ഒരിക്കലും അരിഞ്ഞു പോകരുത്. അപ്പൊ എന്താണ്, നമ്മുടെ കിച്ചടി ആണേലും പച്ചടി ആണേലും വേറെ സ്വാദാകും കേട്ടോ. അങ്ങനെയാണ് പച്ചടി എന്ന് ഞങ്ങൾ പറയുന്നത് ഈ മധുരക്കറിക്ക് കേട്ടോ. കിച്ചടി എന്ന് പറയുന്നത് തൈര് ഒഴിച്ചു വെക്കുന്ന ഒരു ഐറ്റംസിനാണ് കിച്ചടി എന്ന് പറയുന്നത്. അപ്പം നമുക്കൊന്ന് ചതച്ചെടുക്കാം കേട്ടോ. ഇത് ഞാൻ അരയ്ക്കുമല്ല ചതയ്ക്കുമോ ഇതുണ്ടോ, അങ്ങോട്ട് മാറ്റി വെക്കാം കേട്ടോ. കടുകും ജീരകവും തേങ്ങയും ഒക്കെ കൂടെ ഞാൻ ചതച്ചു. ഇനിയിപ്പം നമുക്ക് എന്താ ചെയ്യേണ്ടതെന്നറിയോ, ഇത് ഞാൻ ഇത്തിരി നെയ്യ് ഇതിനകത്തൊഴിച്ച് ഒന്ന് ചൂടാക്കുവാണേ. നെയ്യ് വേണമെന്നൊന്നുമില്ല കേട്ടോ, എനിക്ക് നെയ്യുണ്ട്. ഞാൻ പാല് മേടിക്കൂലോ, എന്നും പാല് മേടിക്കും കേട്ടോ. അപ്പം അതിനകത്തുനിന്ന് ഞാൻ എടുത്തു വെച്ച് പാട വെച്ച് ഉണ്ടാക്കുന്നതാണ്. അപ്പം നമ്മൾ എന്താ മാങ്ങ നമ്മുടെ വേവിച്ച് വെച്ചിരുന്ന മാങ്ങയാണ് അതൊന്ന്. അപ്പം അതുകൊണ്ട് നമുക്ക് ആദ്യം അതിട്ട് വേവിക്കുകയൊന്നും വേണ്ട. അപ്പം അങ്ങനെ ആയതുകൊണ്ട്, അല്ലെങ്കിൽ മാങ്ങ ആദ്യം വേവിച്ചെടുക്കണം കേട്ടോ. പച്ചടിക്ക് ആദ്യം ഞാനിവിടെ വരട്ടി വെച്ചിരിക്കുന്ന മാമ്പഴം ആയതുകൊണ്ടാണ് ഞാനത് അങ്ങനെ വേവിച്ചൊന്നും എടുക്കേണ്ട, വരട്ടിയാൽ മതി എനിക്കത് നന്നായിട്ട്. അപ്പോൾ എന്താ, അല്ലാതെ നമ്മൾ മാമ്പഴം എന്താണ് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ആ സമയമാണെങ്കിൽ നമുക്കത് നന്നായിട്ട് അറിയാമല്ലോ. നമുക്ക് നന്നായിട്ടത് വേവിച്ചെടുക്കണേ. ഈ മാങ്ങാണ്ടി ഉണ്ടല്ലോ, അതും കൂടി ഇട്ടാലാണ് അതിന് നല്ല സ്വാദ് കേട്ടോ, നല്ലൊരു രസമാണ് അത്. അപ്പം നല്ല വേവുണ്ട് കേട്ടോ. ആദ്യം ഞാൻ നെയ്യ് ചൂടായി അതിനകത്തോട്ട് ഞാൻ ചതച്ച് വെച്ചിരിക്കുന്ന എന്താണ് തേങ്ങ ഇട്ടു. പിന്നെ എന്താണെന്നറിയോ, ഇത്തിരി നമ്മുടെ മധുരക്കറിയല്ലേ, അപ്പം ഇത്തിരി എന്താണ് മധുരം ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഇത്തിരി കൂടെ ശർക്കര ഞാൻ അങ്ങോട്ട് ഇടുവാണേ. സാധാ മാമ്പഴം നമ്മൾ കടയിൽ നിന്ന് മേടിക്കുമ്പോൾ ഇതിന് ഇത്തിരി വ്യത്യാസമുണ്ടേ. ഈ കൈ കൊണ്ട് അത്ര ഒരു ഇതായില്ല. എന്നിട്ട് നമുക്ക് അതൊന്ന് കുറച്ച് നേരം ഒന്ന് ഇളക്കാം. തേങ്ങയും ശർക്കരയും ഒക്കെ നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം കേട്ടോ. ശർക്കര പൊടിയാണ് കേട്ടോ, പൊടിയാണ് ഞാനിട്ടത്. അല്ല നമ്മുടെ പാനിയാക്കിയാണെങ്കിലും കുഴപ്പമില്ല. അപ്പം അതിനകത്തോട്ട് നമുക്ക് ഒരു ഇത്തിരി വെള്ളം ഒഴിച്ചു കൊടുക്കാവേ. തേങ്ങ അല്ലേ അതുപോലെ എണ്ണയൊക്കെ നമുക്ക് ഒഴിക്കുവാണെങ്കിൽ ഈ വെള്ളത്തിൻ്റെ ആവശ്യമില്ല. പക്ഷെ ഞാനല്ല ഒത്തിരി എണ്ണ അങ്ങനെ ഉപയോഗിക്കുന്നില്ല, അതുകൊണ്ടാണ്. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. അത് നന്നായി ഇളക്കി യോജിപ്പിച്ച് കഴിയുമ്പോൾ തേങ്ങയൊക്കെ നന്നായിട്ട് വെന്ത് കഴിയുമ്പോൾ നമ്മൾ ഈ
വരട്ടി വെച്ചിരിക്കുന്ന മാമ്പഴം കൂടെ അങ്ങോട്ട് ഇട്ടാൽ മതി, പണി തീർന്നു. പിന്നെ തേങ്ങ എന്താണ് വറുത്തിട്ടാൽ മതി കേട്ടോ, ഇത്രേ ഉള്ളൂ. അതാണ് നമ്മൾ ഈ മാമ്പഴം, നമ്മുടെ സീസണുകളുണ്ടല്ലോ, മാമ്പഴക്കാലം, അതുപോലെ ചക്കയുടെ കാലം, ആ സമയത്ത് ഇപ്പോൾ കഴിഞ്ഞതല്ലേ ഉള്ളൂ, ആ സമയത്ത് ഇതൊക്കെ ഉണ്ടാക്കി വെക്കുകയാണ്. വരുന്നത് എന്താണ്, ആ പഞ്ഞമാസം അല്ലെങ്കിൽ കർക്കിടക മാസം കഴിഞ്ഞ് വരുമ്പോൾ ഉണ്ടാകുന്ന മാസം നമ്മുടെ ചിങ്ങമാണ്, ഇപ്പോൾ ഓണമാണ്. അപ്പോൾ അപ്പോഴത്തേനും നമുക്ക് എളുപ്പമുണ്ട്. അതുപോലെ ഞാനന്ന് ചക്കപ്പഴമൊക്കെ വരട്ടി വെച്ചിരിക്കുന്ന വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ എനിക്ക് ചക്കപ്പഴം പ്രഥമനൊക്കെ ഉണ്ടാക്കാൻ പറ്റും. ഞാൻ ഉണ്ടാക്കുമെന്നൊന്നും അറിയില്ല, എന്നാലും എൻ്റെ വീട്ടിൽ ഇപ്പോഴും അത് ഇപ്പം കേട്ടോ കൊടുത്ത്. എന്താ മിക്കവാറും ഞാൻ പൂച്ചയപ്പം, കുമ്പളപ്പം അതൊക്കെ ഉണ്ടാക്കാറുണ്ട്. എന്നാലും ഇത് നന്നായിട്ടൊന്ന് നമുക്ക് ഇളക്കി 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 യോജിപ്പിച്ച് നമ്മുടെ തേങ്ങ ഒന്ന് വേഗം കേട്ടോ. ഇതിപ്പോൾ ഉണ്ടല്ലോ കുറച്ച് ദിവസത്തേന് നമ്മൾ ഇന്നിപ്പം ഞാൻ അനിയുടെ ദിനത്തിലാണ് ഉണ്ടാക്കുന്നത്. വേണമെങ്കിൽ നമ്മുടെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ ഇത് കേടുകൂടാതെ ഇരിക്കും കേട്ടോ. നന്നായിട്ട് വരട്ടണം, വരട്ടുന്നതിലാണ് എല്ലാ നമ്മുടെ പായസം ആണെങ്കിലും എല്ലാം നന്നായിട്ട് വരട്ടണം. എനിക്കിപ്പോൾ ഈ കൈ കൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഞാൻ ഈ ഇടതുകൈ എനിക്ക് അത്ര പാങ്ങില്ല കേട്ടോ. ഇപ്പം എന്നാ ഓണമുണ്ടേ, നമുക്കിതൊക്കെ എന്തെങ്കിലുമൊക്കെ കാണിച്ച് നിങ്ങളുടെ അടുത്തോട്ടൊന്ന് വരണ്ടേ, അതൊക്കെ ഓർത്താട്ടോ. അപ്പം നന്നായിട്ട് ഇതൊന്ന് നമുക്ക് ഇളക്കി 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 ഒന്ന് വേവിച്ചെടുക്കാവേ. അപ്പം അത് നമ്മുടെ തേങ്ങയും ശർക്കരയും ഒക്കെ നന്നായിട്ട് വരണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ആ വരട്ടി വെച്ചിരിക്കുന്ന മാമ്പഴം ഇതിനകത്തോട്ട് തട്ടിക്കൊടുക്കുവാണേ. ഇത് കണ്ടോ, വേണേ ഇത്തിരി വെള്ളത്തിൽ കഴുകി ഒക്കെ ഒഴിക്കും കേട്ടോ. ഇതിനി നന്നായിട്ട് ഇളക്കി ഇളക്കി ഈ തേങ്ങയും ശർക്കരയും ഇട്ട് വരട്ടിയതിനകത്തോട്ട് നമ്മുടെ മാമ്പഴം വരട്ടിയതും കൂടെ അങ്ങോട്ട് നന്നായിട്ട് കുറച്ച് നേരം അങ്ങ് ഇളക്കണം കേട്ടോ. ഇത്ര ഉള്ളു പണി. ഇനി എന്താണെന്നറിയോ, ഇത്തിരി ഉപ്പ് ചേർക്കണം കേട്ടോ. മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ ഒത്തിരി ഉപ്പല്ല, ഒരു ഇത്തിരി കാണിക്കാൻ കൈ ആയതുകൊണ്ടേ ഇതുണ്ടോ ഇങ്ങനെ ഇളക്കി ഇളക്കി നന്നായിട്ട് ഒന്നുകൂടെ നമുക്ക് അതൊന്ന് വേവിച്ചെടുക്കാം. ഒന്നുകൂടെ വേവിക്കണ്ട, ഒന്ന് ചൂടാക്കി നന്നായിട്ട് വരട്ടി എടുക്കാന്ന് പറയുന്നത്. അപ്പം എളുപ്പം ഇത്രേ ഉള്ളൂ പണി, എളുപ്പമാണ്. ഞാൻ പിന്നെ ഇത്തിരി വാചകം അടിച്ചുകൊണ്ടിരിക്കണത് കൊണ്ടാണ് കേട്ടോ പെട്ടെന്ന് ഇത് ചെയ്യാം. നമുക്ക് നന്നായിട്ടിത് അവിടെ കിടന്ന് എന്താണ് നന്നായിട്ടൊന്ന് തേങ്ങയും ശർക്കരയും എല്ലാം കൂടി ഒന്ന് ചേർന്ന് വരട്ടിയെടുക്കാം കേട്ടോ. അപ്പം ഇതാ നമ്മുടെ ഇതുണ്ടോ പായസം പോലെ അല്ലേ, കാണാമോന്ന് എനിക്കറിയില്ല കേട്ടോ, കൂട്ടി കാണിക്കാൻ പറ്റില്ലല്ലോ. അപ്പം അതെല്ലാം ശരിയായി കേട്ടോ, എല്ലാം നന്നായിട്ട് വരണ്ടെങ്കിൽ ഇപ്പം അതിനകത്തോട്ട് നമുക്കൊന്ന് കടുകും കൂടെ താളിച്ചിടുക, ഇത്ര മതിയേ. കടുക് താളിക്കാനായിട്ട് ഞാൻ എങ്ങനെയാണെന്നറിയോ, അതിന് ഞാൻ നെയ്യാണ് ചേർക്കണം കേട്ടോ. ഇത് നെയ്യല്ല, നമ്മുടെ വെളിച്ചെണ്ണയാണേലും ചേർത്താൽ മതി. എനിക്ക് ഇതൊക്കെ ഇരിപ്പുള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യണം കേട്ടോ. ഇത് വേണമെന്നൊന്നുമില്ല. എന്നിട്ട് നമുക്ക് സാധാരണ പോലെ കടുകിട്ട് താളിക്കുക. ഇത് കണ്ടോ വറുത്ത് വെച്ച് ഈ തേങ്ങ വറുത്തിടുക. തേങ്ങ വറുത്തിടുന്നതാണ് അതിൻ്റെ ഒരു ഹൈലൈറ്റ് കേട്ടോ. ഇതിപ്പോൾ ഉണ്ടല്ലോ ഞാനിപ്പോൾ എന്താണെന്നറിയോ, നമുക്ക് ഓണത്തിന് വിളക്കത്തൊക്കെ വെക്കും കേട്ടോ. അപ്പോൾ അതിന് നമ്മൾ എടുക്കരുത്, നമ്മൾ എടുക്കാതെ തന്നെ അത് മാറ്റി അങ്ങ് വെക്കും. മാറ്റി അങ്ങ് വെച്ചാൽ എടുക്കാതിരുന്നാൽ നമുക്ക് പിന്നെ ഇതുണ്ടോ ഓണത്തിന് ഇരുന്നോളും ഇത്. അതുപോലെ ഞാൻ വരട്ടിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് ഇത്തിരി കടുക് ഇടാവേ. കടുക് സാധാരണ നമ്മൾ കടുകൊക്കെ താളിക്കണ പോലെ തന്നെയാട്ടോ. നമ്മൾ എരിശ്ശേരിക്കൊക്കെ നമ്മൾ കടുക് തേങ്ങയൊക്കെ വറുത്തിട്ടില്ലേ, അതുപോലെ കേട്ടോ. ഇത്തിരി ഒരു നന്നായിട്ട് മൂടലുള്ള സമയം കേട്ടോ, അതുകൊണ്ടൊരു പുളിമയുണ്ട്. കടുകൊന്ന് പൊട്ടട്ടെ. ചടുവിടാന്ന് വിട്ടു നമ്മുടെ മുഖത്തോട്ട് തെറിക്കും കേട്ടോ, കുഴപ്പമില്ല. എന്നിട്ട് നമുക്ക് തേങ്ങ വറുത്തിടാനുള്ള തേങ്ങ ഉണ്ടല്ലോ, ഈ പൊടിത്തേങ്ങ ഇല്ലേ, പൊടിത്തേങ്ങ അവസാനിട്ട് അത് മതി നമുക്ക് വറുത്തിടാൻ. അതാണ് സൂപ്പർ. പെട്ടെന്ന് സിമ്മിലാക്കി സാധാരണ പോലെ നമ്മൾ എരിശ്ശേരിക്കൊക്കെ താളിക്കൂലേ, തേങ്ങ വറുത്തിട്ടൂലേ, അതുപോലെയാണ് താളിച്ചിടുക. പണി തീർന്നു കേട്ടോ. എന്ത് എളുപ്പമാണെന്നറിയാം. നമ്മുടെ സീസണുകളൊന്നും നമ്മൾ പാഴാക്കാതിരുന്ന ഇങ്ങനെയുള്ള വരുന്ന സമയങ്ങളിൽ നമുക്ക് ഇതൊന്നും കടയിൽ പോയി മേടിക്കണ്ട. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പം എന്താണെന്നറിയോ, ഇപ്പം നല്ല എപ്പോഴും എല്ലാ സീസണിലും നമുക്ക് ഈ മാങ്ങപ്പഴം നമ്മുടെ വിപണിയിലൊക്കെ കിട്ടും. അതുകൊണ്ട് പിന്നെ പ്രശ്നമൊന്നുമില്ല. അതെങ്ങനെയാണെന്നൊന്നും നമുക്കറിയില്ല. അപ്പം ഇത് നമ്മുടെ വീട്ടിലുണ്ടായതാണ്, പക്ഷെ ഇത്തിരി പുളി കൂടുതലാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ശർക്കര രണ്ടാമത് ചേർത്തത്. പുളി ഇത്തിരി കൂടുതലുണ്ട്. ഇനിയിപ്പോൾ എന്താണെന്നറിയോ, ഇത് നന്നായിട്ട്
ഒന്ന് ബ്രൗണിഷ് കളറാകുമ്പോൾ നമുക്ക് ഇങ്ങോട്ട് തട്ടിക്കൊടുക്കാം. നമ്മുടെ കറിവേപ്പിലയൊക്കെ അത് കഴിഞ്ഞിട്ടാൽ മതി കേട്ടോ. അതവിടെ കിടന്നുകൊണ്ടൊന്ന് മൂക്കട്ടെ. ഞാൻ നമ്മുടെ ഇതുണ്ടോ, നമ്മുടെ തേങ്ങ ഒക്കെ നല്ല ബ്രൗണിഷ് കളറായി. ഞാൻ അതിനകത്തോട്ട് കറിവേപ്പിലയും വത്തൽമുളകും കൂടി ഇട്ട് കൊടുത്തായിരുന്നു കേട്ടോ. ഇത്തിരി മൂപ്പ് കൂടി, അതാണ് ഇതുണ്ടോ. ഇനി ഇത് ഇത്ര പരിപാടി തോന്നും. നമ്മുടെ ഓണ സ്പെഷ്യൽ മധുരക്കറി, മാമ്പഴ പച്ചടി. മധുരക്കറി അല്ല കേട്ടോ, മധുരക്കറി എന്ന് പറയുമ്പോൾ കുറേ ഐറ്റം ഉണ്ട്. മാമ്പഴ പച്ചടി ഇവിടെ റെഡി ആയിട്ടോ. ഇതുണ്ടോ. ഇനി ഇത്തിരി ഇങ്ങോട്ട് ഇത് ഇങ്ങനെ എടുത്ത് ഒഴിച്ചിട്ട് ഇത് ഇങ്ങനെ ഇതിനകത്ത് ഇട്ടിട്ട് അതിനകത്തെ ആ നെയ്യും എല്ലാം കൂടി ഒന്ന് പിടിച്ച് വരട്ടെ. ഇത് ഇത്ര ഉള്ളൂ കേട്ടോ നമ്മുടെ ഓണ സ്പെഷ്യൽ നമ്മുടെ മാമ്പഴ പച്ചടി റെഡി ആയിട്ടോ. ഇത് കണ്ടോ, ഇത് മാങ്ങാണ്ടി ഇല്ലേ, അതാണ് ഇത് കണ്ടോ. അതിങ്ങനെ നമുക്ക് കഴിക്കുന്നതാണ്, ഒരു നുണയുന്നതാണ് അതിൻ്റെ ഒരു സ്വാദ്. എന്ത് രസമാണെന്നറിയോ ഇത്. എളുപ്പമുണ്ട് കേട്ടോ. ഞാൻ ഇത്തിരിയാണ് നീട്ടി കൊണ്ടുപോയെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പം എന്താണ്, എല്ലാവരും നമ്മുടെ എൻ്റെ ഈ വീഡിയോ ഒക്കെ ഒന്ന് കാണുന്നുണ്ട്. കുറേ വീഡിയോ ഇട്ടിട്ടുണ്ട് ഞാൻ. ഇനി ഇടും ഓണം സ്പെഷ്യൽ കുറേ. അപ്പം എന്താണ്, ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യണം കേട്ടോ. ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പിന്നെ ആദ്യമായിട്ട് കാണുന്നവരാണ് ഒന്നുകൂടെയാണ് എന്താണ് ബട്ടനും നമുക്കന്നെ മുന്നേ ഒന്ന് കൂട്ടാക്കണം കേട്ടോ. അപ്പം ഇതാ മറ്റൊരു വീഡിയോ ഞാൻ വരുന്നവരെ ഓക്കെ, ബായ്.